ആരാണ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ? ഉസ്താദിനെ കുറിച്ച് മലയാളികൾക്ക് ഒരു ചുക്കും അറിയില്ല. കാരണം കാന്തപുരം ഒരു മഹാപ്രസ്ഥാനമാണ്. കാന്തപുരം സുന്നികളെ അരിവാൾ സുന്നികൾ എന്ന് വിളിച്ച് കളിയാക്കുന്നതല്ലാതെ അങ്ങ് ദില്ലിയിൽ അരവിന്ദ് കെജ്രിവാളിനെ വരെ അധികാരത്തിലേറ്റിയ കാന്തപുരത്തിൻ്റെ ഖ്യാതി എവിടെ കിടക്കുന്നു? പണ്ട് പൊന്നാനിയിൽ പട നയിച്ച ഹുസൈൻ രണ്ടത്താണിയാണ് ആം ആദ്മിയെ ദില്ലിയിൽ അധികാരത്തിലേറ്റിയ ഉസ്താദിൻ്റെ വേലകൾ പുറത്തുവിട്ടത്. രണ്ടത്താണി ചോദിച്ചു, കാന്തപുരത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം? ആ മനുഷ്യൻ, മഹാനായ മനുഷ്യന്റെ വായിൽ നിന്ന് ഇത്രയധികം ഈ ലോകത്ത് ജോർജ് വാഷിംഗ്ടനെ കുറിച്ച് പറയാറുണ്ട്, അബ്രഹാം ലിങ്കനെ കുറിച്ച് പറയാറുണ്ട്. പക്ഷെ നമ്മളൊക്കെ മലയാളത്തിൽ എഴുതുന്നതുകൊണ്ട് AP ഉസ്താദിന്റെ പേര് ലോകത്തൊന്നും അറിയാതെ പോവുകയാണ്. ഇവിടെ അവരൊക്കെ വലിയ ത്യാഗം സഹിച്ചു എന്നാണ് പറയാറുള്ളത്. പക്ഷെ നമുക്ക് ഉസ്താദിനെ നേരിട്ട് അറിയാമല്ലോ. ഈ ദേശീയോദ്ഗ്രഥനത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, ഭീകരക്കെതിരെ, സാമൂഹിക സേവനത്തിന് വേണ്ടി, ദരിദ്ര വിഭാഗങ്ങൾക്ക് വേണ്ടി, ഇന്ത്യ മഹാരാജ്യത്തിന് വേണ്ടി, എന്തിനധികം ഇപ്പോൾ അവിടെ ഡൽഹിയിൽ ഒരു പുതിയ പാർട്ടിയാണ് ജയിച്ചത്. അതിന്റെ പിന്നിൽ വരെ AP ഉസ്താദ് ഉണ്ട് എന്നാണ് പലരും പറയുന്നത്. നമുക്കറിയില്ല, അല്ലാഹു അഅലം. കാരണം അവിടെ ചെന്ന് നോക്കിയപ്പോഴാണ് അറിഞ്ഞത്, അവിടെ മന്ത്രിപദത്തിലേറിയ മനുഷ്യൻ അദ്ദേഹം AP ഉസ്താദിന്റെ ഏറ്റവും അടുത്ത ഒരാളാണ്, ഒരു ഹാദിമാണ് എന്നറിയാൻ കഴിഞ്ഞപ്പോൾ ഞാൻ പോലും മൂക്കത്ത് വരല്. നമ്മളൊന്നും ഉസ്താദിനെ വേണ്ടത്ര അറിഞ്ഞില്ലല്ലോ എന്നുള്ളത്. ഇതെന്തും അറിയാം. എനിക്ക് ഭ്രാന്തായി പോയതാണ്, അത് നാട്ടുകാർക്ക് മൊത്തം ഭ്രാന്തായ. സംഗതി എന്തായാലും കാന്തപുരത്തിനും ത്രില്ലടിച്ചു. ദില്ലിയിൽ കെജ്രിവാളിനെ അധികാരത്തിലേറ്റാമെങ്കിൽ കേരളത്തിൽ ഉമ്മൻചാണ്ടിയെ അധികാരത്തിൽ നിന്ന് ഇറക്കിവിടുകയും ചെയ്യാമല്ലോ. കാന്തപുരത്തെ പോലുള്ള പണ്ഡിതരുടെ വാക്കുകൾ കേട്ട് ഉമ്മൻചാണ്ടി മുന്നോട്ട് പോയില്ലെങ്കിൽ വിവരമറിയും. അതുകൊണ്ട് ഉമ്മൻചാണ്ടി സൂക്ഷിക്കണം. അതുകൊണ്ട് പണ്ഡിതന്മാര് പറയുന്ന വാക്കും ഞങ്ങളെ സംഘടനയും ഇവിടുത്തെ ഭരണാധികാരികൾ കണക്കിലെടുക്കുക തന്നെ വേണം. എടുത്തിട്ടില്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളെ കൊണ്ട് കണക്കിൽ എടുപ്പിക്കും, അതിന് സംശയം വേണ്ട. സുകുമാരനാശാനും നടേശ ഗുരുവിനും ചില ക്രൈസ്തവ പുരോഹിതന്മാർക്കും മാത്രമേ സർക്കാരിനെ ഭീഷണിപ്പെടുത്താൻ അവകാശമുള്ളൂ എന്ന് ആരെങ്കിലും ധരിക്കുന്നുണ്ടെങ്കിൽ അത് തിരുത്തിക്കൊള്ളുക. ഇനി അത്തരം ഭീഷണികളുമായി കാന്തപുരത്തെ പോലുള്ള ചിലർ കൂടി രംഗത്തിറങ്ങുന്നതാണ്. സ്കൂളുകളും ബാറുകളും മാത്രമല്ല, കാന്തപുരത്തെ പോലുള്ളവർ മുന്നോട്ട് വയ്ക്കുന്ന മറ്റ് ചില അജണ്ടകളും പരിഗണിക്കേണ്ടി വരും. ഇന്നത്തെ ഡെമോക്രസി പൂർത്തിയാകുന്നു. നാളെ വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം.